കേരളത്തിലേക്ക് വന്നാൽ UDF 103 സീറ്റിലേക്ക് അവരുടെ സീറ്റ് നില ഉയർത്തുകയാണ്. 103 സീറ്റിലേക്ക് പോയിരിക്കുന്നു. LDF 34, NDA 3. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇടുക്കി ജില്ലയിൽ ഒരു ദേവികുളം എന്ന ചുവന്ന പൊട്ടുണ്ടായിരുന്നു, അതുകൂടി UDF സ്വന്തമാക്കുകയാണ്. പുതുക്കാട് മുതൽ നോക്കിയാൽ 71 നമ്പറായി നിൽക്കുന്ന പുതുക്കാട് മുതൽ അരൂര് വരെ തുടർച്ചയായ മണ്ഡലങ്ങളെല്ലാം തന്നെ അത് മധ്യ കേരളത്തിൽ പൂർണ്ണമായും തന്നെ UDF കൊയ്തെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എറണാകുളത്ത് പിന്നെ ഒരു ചുവന്ന പൊട്ട് ചേർത്തലയിലാണ് കാണുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ആ മേഖലയിൽ. പേരാമ്പ്രയിൽ 66,675 UDFന്റെ ലീഡ് ഉയർന്നിട്ടുണ്ട്. മഞ്ചേശ്വരവും 20,000 കടന്നിരിക്കുന്നു UDF. തീർച്ചയായും വലിയ മുന്നേറ്റമാണ് പേരാമ്പ്രയിൽ ഉള്ളത്. വടകരയിൽ KK രമ നേരത്തെ തന്നെ 6ാം റൗണ്ട് ആയപ്പോൾ തന്നെ KK രമ തീരുമാനിച്ചതാണ്. ഈ ലീഡ് കണ്ടപ്പോൾ തന്നെ പിണറായി വിജയന് എതിരായ ഒരു പോസ്റ്റ് അവർ TP ചന്ദ്രശേഖരന്റെ പഴയ ഒന്നിച്ചുള്ള ചിത്രം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു KK രമയുടെ മറുപടി ഉണ്ടായിരുന്നത്. എന്തായാലും KK രമ വടകരയിൽ വിജയിച്ചിരിക്കുന്നു. തുടർച്ചയായ രണ്ടാമത്തെ തവണയും RMPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK രമ വടകരയിൽ വിജയിക്കുകയാണ്. സെൻട്രലിൽ ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. കരമനജയൻ 64 വോട്ടിന് മുന്നിലാണ്. കരമനജയൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. വലിയ ഒരു പോരാട്ടം തിരുവനന്തപുരത്ത് ഇപ്പോൾ 3 സീറ്റുകളിലേക്ക് NDA നിലയുണ്ട്. ചാത്തന്നൂരിലും തിരുവനന്തപുരത്തും നേമത്തും 3 സ്ഥലങ്ങളിൽ ഇടത് NDA പൊതുവെ BJP ലീഡ് തെക്കൻ കേരളത്തിലാണ് ലീഡ് ഉയർത്തിയത്. തീർച്ചയായും അത് നേരത്തെ മഞ്ചേശ്വരം വളരെയധികം മഞ്ചേശ്വരത്ത് UDF തന്നെ വിജയം. പക്ഷെ തുടക്കത്തിൽ അല്പസമയം ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കാണണം 62,696 വോട്ടുകൾ ആണ് ഇപ്പോൾ നിലവിൽ KK രമ നേടിയിരിക്കുന്നത്. കാവ്യനീതി എന്നായിരുന്നു KK രമയുടെ പ്രതികരണം. അതെ, ഇന്ന് TP ചന്ദ്രശേഖരന്റെ ചരമദിനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയ് 4 കേരളം ചന്ദ്രശേഖരൻ നൽകുന്ന ഒരു വിധിയെഴുത്തായിരിക്കുമെന്ന് നേരത്തെ വിജയം എന്തായാലും അപ്രതീക്ഷിതമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ തവണയും അവർ വിജയിച്ചതാണ്, ഇത്തവണയും ആ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് UDF തരംഗത്തിനിടയിൽ ഉള്ള ആ വിജയം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മെയ് 4 എന്ന ദിവസത്തിന്റെ 34 സീറ്റിലേക്ക് LDF വീണുള്ള ഇത് വലിയ തിരിച്ചടി. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയന് നേരിട്ട പരാജയം. ലീഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ. തളിപ്പറമ്പിൽ LDFന് 19,054 ലീഡ് വരുന്നുണ്ട്. തളിപ്പറമ്പിൽ ദേവികുളം മണ്ഡലത്തിൽ 10ാം റൗണ്ട് പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി രാജ ലീഡ് 2,096 ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ വരുന്ന വാർത്തയാണ്. വോട്ടെണ്ണൽ റൗണ്ടുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 7, 8, 9 റൗണ്ടുകളൊക്കെ പലയിടത്തും പൂർത്തിയായിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും ചിത്രം വ്യക്തമായിട്ടില്ല. ചിത്രം തെളിയാൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കണം. ലീഡ് ഉയർത്തുന്നുണ്ട് കടകംപള്ളി 1246 വോട്ടുകൾക്കാണ് നിലവിൽ. എലത്തൂരിൽ വിദ്യാബാലകൃഷ്ണന്റെ വിജയവും എടുത്തു പറയേണ്ടതാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ വിദ്യാബാലകൃഷ്ണൻ വാക്കുകൾ VD സതീശനെ വനവാസത്തിന് അയക്കുമെന്ന് പറഞ്ഞ് AK ശശീന്ദ്രനെ വനവാസത്തിന് അയച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ സന്ദേശം വരുന്നത്. എന്തായാലും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എലത്തൂരിലെ ആളുകൾക്ക് നന്ദി പറയുകയാണ് വിദ്യാബാലകൃഷ്ണൻ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയനെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ നിന്ന് അത് പിണറായി പഞ്ചായത്തിലേക്ക് വോട്ടെണ്ണുമ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേങ്ങാടിലും വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് പിണറായിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നത് കൂടിയാണ്.